തകർന്നുപോയ യെരൂശലേമിൻ്റെ മതിലുകളെ പുനരുദ്ധരിപ്പിച്ച നെഹമ്യാവിൻ്റെ പ്രാർത്ഥന ഒരു വാക്കിലൂടെ നമുക്കും പ്രാർത്ഥിച്ച് വചനം തിരുവചനത്തിൽ പങ്കുചേരാം. കർത്താവായ ദൈവമേ, അങ്ങയുടെ അനശ്വര സ്നേഹത്തിൻ്റെ മഹത്വത്തിനൊത്ത് ഞങ്ങളെ രക്ഷിക്കണമേ. ഇന്നത്തെ വചനം മർക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായം 36-ാം തിരുവചനം. ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവന് എന്ത് പ്രയോജനം? ഈ ലോകത്തിൽ സൃഷ്ടിക്കപ്പെട്ട സൃഷ്ടിയിൽ ദൈവത്തിൻ്റെ ആത്മാവിനെ നിവേശിപ്പിച്ച ഒരേ ഒരു സൃഷ്ടി മനുഷ്യൻ മാത്രമേ ഉള്ളൂ. മനുഷ്യനിൽ ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്നു. അതുകൊണ്ടാണ് യോഹന്നാൻ ശ്ലീഹ തൻ്റെ 1-ാം ലേഖനം 4-ാം അധ്യായം 13-ാം തിരുവചനത്തിൽ ഇങ്ങനെ പറയുന്നു: ദൈവം തൻ്റെ ആത്മാവിനെ നമുക്ക് നൽകിയിരിക്കുന്നതിനാൽ നാം ദൈവത്തിലും ദൈവം നമ്മിലും വസിക്കുന്നു. പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ ആലയമാണ് നമ്മുടെ ഹൃദയം. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്ന, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഉടമയായ ഞാനും നിങ്ങളും എത്ര അനുഗ്രഹീതമായ ജീവിതമാണ് ഇപ്പോൾ നയിക്കുന്നത്. അതിലേറെ സന്തോഷത്തോടെ ഇനിയും ആ അനുഭവം ഉണ്ടാകുവാൻ യേശു ക്രിസ്തുവിനെ പൂർണ്ണമായി രക്ഷിതാവായി സ്വീകരിച്ചുകൊണ്ട് ആ സ്നേഹത്തിൽ വസിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ കൂടുതൽ പ്രവർത്തിക്കട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ സ്വാധീനം നമ്മുടെ ഓരോ പ്രവർത്തന മേഖലയിലും, അത് കുടുംബജീവിതത്തിലാവട്ടെ, അത് ജോലി സ്ഥലങ്ങളിലാവട്ടെ, ഏത് മേഖലകളിലാവട്ടെ, ആ ആത്മാവ് കൂടുതൽ പ്രവർത്തിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ ശക്തീകരിക്കട്ടെ. ആമേൻ.